അപ്പം ചിലരെന്നോട് ചോദിച്ചു, സരി ബോധം ബോധം എന്ന് പറയുന്നല്ലോ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്നും വിശദമായി അറിഞ്ഞാൽ തിരക്കണില്ല. എന്താ ഈ ബോധം? പലരും ആ ചോദ്യം തന്നെ ചോദിക്കുന്നു. എന്താ സാറി ബോധം? ബോധം എന്താണെന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല. സ്വയം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ബോധം. ഈ ജഗത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ സ്വയം ഉണ്ട് എന്ന് അനുഭവിക്കുന്ന വസ്തു ഏത് എന്നന്വേഷിക്കൂ. അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം. ഗുരുവേനും അദ്വൈത ദീപികയിൽ പറയുന്നുണ്ട്, ഉണ്ട് ഉണ്ട് എന്ന് ഉമ്മ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു വസ്തു, സൂര്യനിലായാലും ശരി ചന്ദ്രനിലായാലും ശരി, ആ വസ്തുവാണ് ബോധം. അതുണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ട്. ഇപ്പം ഈ കസേരയ്ക്ക് ഞാനുണ്ട്, സ്വയം ഉണ്ട് എന്നനുഭവമില്ല. അല്ലെങ്കിൽ ഒരു മൺകട്ടയ്ക്ക് സ്വയം ഉണ്ട് എന്നനുഭവമില്ല. അതുകൊണ്ട് അതിന് അതില്ല. മൺകട്ടയ്ക്ക്, അതായത് മാറ്റർ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ശുദ്ധജഡം, അതിന് സ്വയം ഉണ്ടെന്ന അനുഭവമില്ല. അതുകൊണ്ട് അതിന് അതില്ല. ഇനി ആരെങ്കിലും പറയുകയാണ് അതിനുണ്ടോ ഇല്ലോ എന്ന് നമുക്കെങ്ങനെ അറിയാം സാർ? ഇപ്പോൾ ഒരു പാറക്കല്ലിന് അതുണ്ടോ ഇല്ലയോ എന്ന് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ഒരു വിരോധമില്ല. അത് ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഉണ്ട് അത് ബോധം. അതിൽ ബോധമുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ ഒരു പാറക്കല്ല് അല്ലെങ്കിൽ കസേര, അതിന് ഉണ്ടെന്ന് അനുഭവമില്ല. അതുകൊണ്ട് അതിനതില്ല. കസേരയ്ക്ക് കസേരയില്ല, അത് ശുദ്ധശൂന്യം. അപ്പോൾ പിന്നെ കസേരയ്ക്ക് ഇനി ബെഞ്ചുണ്ടാവാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും ഉണ്ടാവാൻ പറ്റുമോ? അങ്ങനെ ജഡവസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയ്ക്കവയില്ല. അതുകൊണ്ട് തന്നെ അവയെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിൻ്റെ വെറും കാഴ്ചകൾ. ബോധം കൈവിട്ടാൽ അവ ഇല്ല, ശുദ്ധശൂന്യം. ജഡപ്രപഞ്ചത്തെ ബോധം കൈവിടുകയാണെങ്കിൽ ജഡപ്രപഞ്ചം ഇല്ല. അങ്ങനെ കൈവിടാൻ പറ്റുമോ സാർ? പറ്റും. ബോധം ജഡപ്രപഞ്ചത്തെ നമ്മളാരും അനുഭവിക്കുന്നത് സങ്കല്പങ്ങളിൽ കൂടെയാണ്. സങ്കല്പമില്ലെങ്കിൽ മേശയുണ്ട് എന്ന സങ്കല്പമില്ലെങ്കിൽ മേശയില്ല. ഈ സങ്കല്പം നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സങ്കല്പമാണ്. സങ്കല്പത്തെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തും പ്രാണനുണ്ട് എന്ന് നാം സങ്കല്പിച്ചനുഭവിക്കുകയാണ്. സങ്കല്പമില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റില്ല. പ്രാണനെ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ലേ സാർ? പറ്റില്ല. പ്രാണൻ സ്പന്ദിക്കുമ്പോൾ പ്രാണനുണ്ട് എന്ന സങ്കല്പത്തോടു കൂടിയാണ് നാം പ്രാണനെ അനുഭവിക്കുന്നത്. ആ സങ്കല്പമില്ലെങ്കിൽ പ്രാണൻ അനുഭവപ്പെടില്ല. പ്രാണൻ നിശ്ചലമാവും. അങ്ങനെയാണല്ലോ നിർവികൽപ്പ സമാധിയും മറ്റും നമ്മുടെ ഋഷീശ്വരന്മാർ അനുഭവിക്കുന്നത്. പ്രാണനില്ല. അപ്പോൾ സങ്കല്പങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് അവയെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്ന ബോധത്തിന്, ഞാനുണ്ടെന്ന് അനുഭവിക്കുന്ന ബോധത്തിന് സങ്കല്പങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ ശുദ്ധബോധം മാത്രം പ്രപഞ്ചമില്ല. പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സങ്കല്പമാധ്യമത്തിൽ കൂടിയാണ്. ആര് വേണോ അന്വേഷിച്ച് നോക്കട്ടെ. ആ സങ്കല്പമാധ്യമം അംഗീകരിക്കാനും ഉപേക്ഷിക്കാനും പറ്റുന്ന ഒരു ഘടകമാണ്. അതാണ് സങ്കല്പനിരോധമാണ് യോഗം. യഥായം സ്വവികൽപ്പോത്ഥ സ്വവികൽപ്പ പരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധ സംസാരോ നിസ്സാരയിതി നിശ്ചയ. ഇത് ശുഗൻ അച്ഛനോട് പറയുന്നതാണ്. ശുഗൻ പറഞ്ഞു, എനിക്ക് സത്യമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്.
എന്ത് സത്യമാ മോനെ നിനക്ക് പിടികിട്ടിയത്? അത് ഇതാണ്. ഈ പ്രപഞ്ചം എൻ്റെ, അതായത് ബോധത്തിൻ്റെ, ഞാൻ ഉണ്ട് എന്നനുഭവിക്കുന്ന എൻ്റെ സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നതാണ്. ഞാനും സങ്കല്പം ഉപേക്ഷിച്ചാൽ പ്രപഞ്ചമില്ല. യഥായം സ്വവികൽപ്പോത്ഥ. സ്വവികൽപ്പം, വികല്പം തന്നെ സങ്കല്പം, വിവിധ സങ്കല്പം. എപ്രകാരമാണോ ഈ പ്രപഞ്ചം എൻ്റെ വിവിധ തരത്തിലുള്ള സങ്കല്പം കൊണ്ടുണ്ടെന്ന് തോന്നുന്നത്, അപ്രകാരം വികല്പ പരീക്ഷയാത്, ആ വികല്പം മാറാമെങ്കിൽ, ക്ഷയിക്കാമെങ്കിൽ പ്രപഞ്ചം ഇല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം നിസ്സാര, ഞാൻ കൽപ്പിച്ചുണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വസ്തു ഇതിലെത്തിരിക്കുന്നു. യഥായം സ്വവികൽപ്പോത്ഥ സ്വവികൽപ്പ പരീക്ഷയാ ക്ഷീയത്തെ ദഗ്ധസംസാരോ. ദഗ്ധസംസാരം എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറും ചാമ്പൽ. ദഗ്ധസംസാരോ നിസ്സാര. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ സംസാരം അതിനിസ്സാരം എന്നാണ് ശുകൻ അച്ഛനോട് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, നീ കണ്ട സത്യം തന്നെ സത്യം. എങ്കിലും മിഥിലാപുരിയിൽ ജനകനുണ്ട്, ചക്രവർത്തി. അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്ക്. അദ്ദേഹം പൂർണ്ണ സത്യം അനുഭവിക്കുന്ന ആളാണ്, ചക്രവർത്തി. അപ്പോൾ പൂർണ്ണമായ സംശയം തീരും. അവിടെ പോയി ചോദിച്ചു. അപ്പോൾ ജനകൻ പറഞ്ഞു, അങ്ങ് അറിഞ്ഞവരും കൂടുതൽ ഒരു സത്യം ഇനി ഇവിടെ അറിയാനില്ല, അങ്ങേക്ക് പോവാം എന്ന് പറഞ്ഞ് ശുഗനെ യാത്രയാക്കുകയും ചെയ്തു. ഇതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ബോധം, ഞാനുണ്ട് ഞാനുണ്ട് എന്ന ആ ബോധമാണ് നമ്മിൽ ഓരോരുത്തരിലും അനുഭവപ്പെടുന്നത്. നമ്മിലെന്നല്ല, അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള പ്രപഞ്ചഘടകങ്ങളിൽ ഞാനുണ്ട് എന്ന ബോധം ഉള്ളതുകൊണ്ട് അവയൊക്കെ ഉള്ളത്. അമീബയിൽ ആ ബോധം ഉള്ളതുകൊണ്ട് അമീബയുണ്ട്. വിഷ്ണുവിലും ശിവനിലും ഒക്കെ ആ ബോധം ഞാനുണ്ട്. ഒരു നിമിഷമൊന്ന് ആലോചിച്ച് നോക്കുക, വിഷ്ണുവും ശിവനും ബോധമില്ല. വിഷ്ണുവിൽ ബോധമില്ലാത്ത വിഷ്ണു, എന്ത് രസകരമായ ഏർപ്പാടാണ്. പിന്നെ ഏത് വിഷ്ണു? അതാണ് ബോധം. അപ്പോൾ ഈ ബോധം ഉണ്ട് ഉണ്ട്. നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബോധം ഇല്ല എന്നൊക്കെ ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ചില എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, സാർ ഈ ബോധത്തെ അംഗീകരിക്കണോ? മനസ്സാണ് പ്രപഞ്ചത്തെ കാണുന്നത്. മനസ്സിനെ അംഗീകരിച്ചാൽ പോരെ? നോക്കാം, മതിയോ? നമുക്ക് നോക്കാം. ഇന്ദ്രിയങ്ങൾ മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം. കണ്ണിന് ഞാനുണ്ട് എന്ന അനുഭവമുണ്ടോ? ഉള്ളതായിട്ട് തോന്നുന്നില്ല. കണ്ണ് ഉള്ളതായി തീരുന്നത് ബോധമുള്ളതുകൊണ്ട. എൻ്റെ കണ്ണ് ബോധം അനുഭവിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ കണ്ണില്ല. കണ്ണിൽ കൂടി ബോധം പുറത്തു വരുമ്പോൾ കണ്ണൊരു ഉപകരണമാണ്. നമ്മളൊരു കണ്ണാടി വെച്ച് നോക്കും പോലെ ബോധത്തിൻ്റെ ഒരു ഉപകരണം. കണ്ണിൽ കൂടി ബോധം പുറത്തു വരുമ്പോൾ രൂപം. ഒരിക്കലും ഞാൻ ആണ് രൂപം കണ്ടത് എന്ന് കണ്ണഭിമാനിക്കാറില്ലല്ലോ. ഞാൻ രൂപം കണ്ടു എന്ന് ഞാനാണ്. കണ്ണിൽ കൂടി രൂപം കണ്ടത് ഞാനാണ്. അല്ല, ഞാനില്ലെങ്കിൽ കണ്ണ് കാണില്ല, തീർച്ച. ചെവിയിൽ കൂടെ ശബ്ദം കേട്ടു, ഞാൻ ചെവിയിൽ കൂടി എന്നപ്പോൾ ശബ്ദം കേട്ടു. അല്ല, ചെവി ശബ്ദം കേട്ടു എന്നാരും പറയാറില്ല. പറയാൻ, പക്ഷെ ഞാനില്ലെങ്കിൽ ചെവി കേൾക്കില്ല, തീർച്ചയായും. ഈ വൈവിധ്യം തന്നെ. ഞാൻ കണ്ണിൽ കൂടി രൂപം കണ്ടു. ഞാൻ കണ്ണിനെ വിട്ടിട്ട് ചെവിയിൽ വന്നപ്പോൾ ചെവിയിൽ കൂടി ശബ്ദം കേട്ടു. ഞാൻ മൂക്കിൽ കൂടി വന്നപ്പോൾ മണത്തു. ഞാൻ മണത്തു, ഞാൻ മണത്തു, ഞാൻ രൂപം കണ്ടു, ഞാൻ ശബ്ദം കേട്ടു. എല്ലാം ഒരാൾ. പക്ഷെ ഉപയോഗിച്ചത് പല ഉപകരണങ്ങൾ.
അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരേ ഞാൻ ബോധം ചെവിയിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ ശബ്ദം, കണ്ണിൽ കൂടി പ്രവർത്തിച്ചപ്പോൾ രൂപം, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനമൊക്കെ വിലയിരുത്തി നോക്കുക. ഞാൻ എന്ന കേന്ദ്രഭൂതമായ ആ ബോധം സ്വയം ഉണ്ടെന്നനുഭവിക്കുന്ന ബോധമില്ലെങ്കിൽ കണ്ണ് പ്രവർത്തിക്കുമോ? ഇനി മനസ്സ് നോക്കാൻ, ചിലർ മനസ്സാണല്ലോ ഇതൊക്കെ ഉണ്ടെന്ന്. എന്താ ഈ മനസ്സെന്ന് പറയുന്നത്? കുറെ ആഗ്രഹങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു തിരോഭാവമാണ്. അതിങ്ങനെ വരിക പോവുക. എനിക്ക് വീട് വയ്ക്കണം. ആരാ വീട് വയ്ക്കണം? സങ്കല്പമാണ് മനസ്സ്. വീട് വയ്ക്കണം എന്ന സങ്കല്പം ആർക്കാണ്? സർ, അത് മനസ്സിനല്ലേ വീട് വയ്ക്കണമെന്ന സങ്കല്പം? എടാ കുഞ്ഞെ, വീട് വയ്ക്കണമെന്ന സങ്കല്പം ആണ് മനസ്സ്. അത് പിന്നെ മനസ്സിനാണോ എന്ന് ചോദിച്ചാൽ ആ മനസ്സാർക്കാണ്? അതാണ് ചോദ്യം. അപ്പോൾ വീട് വയ്ക്കണമെന്ന സങ്കല്പം എനിക്കാണ്, ഇതാ മനസ്സിനാണോ? ഞാൻ സ്വീകരിച്ചാൽ വീട് വയ്ക്കണമെന്ന സങ്കല്പമുണ്ട്, അതായത് മനസ്സുണ്ട്. ഇങ്ങനെ ഓരോ സങ്കല്പവും എടുത്തു നോക്കുക. ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ വീട് വയ്ക്കണമെന്ന സങ്കല്പം എവിടെ? ഞാൻ ഉപേക്ഷിച്ചാൽ പോയി വീട് വയ്ക്കണമെന്ന സങ്കല്പം കുറെ നാളത്തേക്ക് എനിക്ക് വേണ്ട, ഞാൻ മനസ്സിനെ തള്ളി. ഇങ്ങനെ ഏതിനെയാണ് തള്ളാൻ വയ്യാത്തത്? അവിടെയൊക്കെയാണ് ഈ ഞാനിനെ ഒന്ന് ബലപ്പെടുത്തുക. ആ ഞാൻ സങ്കല്പിച്ചാൽ നടക്കുന്നു, ഞാൻ സങ്കല്പിച്ചില്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാമല്ലോ. പക്ഷെ എന്ത് ചെയ്യാം? മനസ്സിൻ്റെ അടിമയായി പോയി ഈ ഞാൻ. തത്വവിചാരമില്ലാത്തതുകൊണ്ടും സാധനാനുഷ്ഠാനങ്ങളില്ലാത്തതുകൊണ്ടും ഞാൻ തികച്ചും മനസ്സിൻ്റെ അടിമയായിപ്പോയി. അല്ലാതെ മനസ്സല്ല ഇവിടെ ഒന്നും ചെയ്യുന്നത്. ഞാൻ അനുവദിച്ചില്ലെങ്കിൽ മനസ്സനങ്ങില്ല, ഒന്നും സങ്കല്പിക്കില്ല. കോപം വരുന്നു സാർ, കോപം മനസ്സല്ലേ, മനസ്സിനല്ലേ സാർ കോപം വരുന്നത്? കോപത്തെ ഒക്കെ കൂടെ ചേർത്താണ് നമ്മൾ ഈ മനസ്സെന്ന് പറയുന്നത്. ആർക്കാ? കോപത്തിനാണോ കോപം വന്നത്? എനിക്കല്ലേ കോപം വന്നത്? ഞാൻ കോപിച്ചു എന്നല്ലേ? എനിക്ക് കഴിവുണ്ടെങ്കിൽ കോപിക്കാതിരിക്കാം. അപ്പൊ പിന്നെ ആരാ ഞാൻ? എത്ര പേര് എന്നോട് തന്നെ വന്ന് പറയാറുണ്ട്, സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം പണ്ടൊക്കെ ഞാൻ ദിവസം 4-5 പ്രാവശ്യം വീട്ടിൽ കോപിക്കുമായിരുന്നു. ഇപ്പം 2-3 പ്രാവശ്യമൊക്കെ കോപിക്കുന്നുള്ളൂ. ബാക്കി കോപമൊക്കെ എന്നെ വിട്ടുപോയി. ഇനി അതും കൂടെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കും. എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, കോപമൊന്നും ഞാനല്ല. ഞാൻ ശുദ്ധ സ്വതന്ത്ര ബോധം. അതോ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ മനസ്സെന്ന് പറയുന്ന ഘടകം ഓരോന്നായിട്ട് എടുത്തു നോക്കുക. സങ്കല്പങ്ങളും വികാരങ്ങളും. അതുകൊണ്ടാണ് ഈ സങ്കല്പ നിരോധം. വികാരങ്ങളെപ്പോൾ സമം ദമം എന്നൊക്കെ പറയുന്നത്. ദമം എന്ന് വെച്ചാൽ ഈ സങ്കല്പങ്ങളെ ഒന്ന് അടക്കുക. ശമം, കാമക്രോധാദി വികാരങ്ങളെ ഒന്ന് ശമിപ്പിക്കുക. ഇതൊക്കെ ഈ ഞാനിനൊരു ദൃഢത ഉണ്ടെങ്കിൽ എന്താ ഞാൻ ഇന്നു മുതൽ കോപിക്കില്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്താലും ഒന്നും നടക്കില്ല. ഒരുപാട് കോപിച്ച് ശീലിച്ചിപ്പോൾ കോപം ഞാൻ അറിയാതെ ഒന്ന് കയറി വരികയാണ്. ചില ശത്രുക്കൾ വീട്ടിൽ കയറി വന്നാക്രമിക്കുന്നില്ലേ? അതുപോലെ ഈ കോപവും മറ്റും നമ്മുടെ പിടിയിൽ നിൽക്കാതെ കയറി വരികയാണ്. പക്ഷെ കുറച്ച് ദിവസമൊക്കെ ആ കോപത്തെ ഒന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാൽ എന്താണെന്നറിയാമോ? ചില കള്ളന്മാർ അവിടുന്ന് വരുമ്പം തന്നെ നമുക്ക് പിടികിട്ടും. അതുപോലെ ഈ കോപം അവിടുന്ന് വരും. അതാ വരുന്നത്. അല്ലേ? വേണ്ട, ഇങ്ങോട്ട് വരണ്ട, നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു, ഇനി നീ വരണ്ട എന്ന് തീർത്ത് പറയാൻ കഴിയും. ഞാനാണ് കോപിക്കുന്നത്, ഞാനാണ് കാമിക്കുന്നത്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമല്ലോ. ആ നിയന്ത്രണം ഇന്നില്ല ആർക്കും. ഞാനിമെ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല രമണ മഹർഷി പോലുള്ള ആളുകൾ പറയുന്നത്, ഞാനിനെ അറിയൂ,
നിങ്ങൾ ഈ കോപവും കാമവും ഒന്നുമല്ല, അതൊക്കെ തൽക്കാലം നിങ്ങളിലേക്ക് കയറി വരുന്ന ചില ഏർപ്പാടുകളാണ്. അപ്പോ മനസ്സ് ഞാനല്ല, മനസ്സ് ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ട് മനസ്സുണ്ട്. ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ മനസ്സില്ല. മനസ്സ് പോയാൽ പ്രപഞ്ചവുമില്ല. അല്ല സാർ, അതൊക്കെ സമ്മതിക്കാൻ ഈ പ്രാണൻ ഞാൻ അംഗീകരിക്കുന്നത് കൊണ്ടാണോ ഉള്ളത്? തീർച്ചയായും. ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ പ്രാണനില്ല. പ്രാണൻ സ്പന്ദനമാണ്. ബോധത്തിൽ സ്പന്ദനം സാധ്യമല്ല. വാസ്തവത്തിൽ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ്. സ്പന്ദനം ഒരു ഭ്രമമാണ്, ചലനം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, ബോധത്തിൽ സ്പന്ദനം ഇല്ല. എങ്ങനെ അറിയാം? ഈ ആളുകൾ ഇനി പ്രാണായാമ പ്രക്രിയ സർവത്ര പ്രചാരത്തിലാണല്ലോ. പ്രാണായാമ പ്രക്രിയയാണ് ഏറ്റവും വലിയ പ്രക്രിയ എന്നുവരെ പലരും കരുതുന്നുണ്ടല്ലോ. എന്തിനായി പ്രാണായാമം? ഈ പ്രാണനിരോധം, സങ്കല്പനിരോധം പോലെ തന്നെ പ്രാണനെ നിരോധിക്കാം. ബോധപൂർവം പ്രാണനെ നിരോധിക്കാം. വാസ്തവത്തിൽ ഈ പ്രാണായാമം ഒന്നും ചെയ്യില്ലെങ്കിൽ പോലും എല്ലാം ഈശ്വരമയം എന്ന ഉറപ്പ് മനസ്സിന് ഗാഠമായി ഉണ്ടാകുമെങ്കിൽ നമുക്ക് വളരെ നേരം ആ ഉറപ്പങ്ങോട്ടുറപ്പായാൽ പ്രാണൻ വരെ നിരോധിക്കപ്പെടും. അത്യന്തം ശാന്തമായ, പ്രസന്നമായ, ശീതളമായ ഒരനുഭവത്തിൽ നാം അറിയാതെ മുഴുകി എത്രയോ നേരം ഇരുന്നു പോകും. ഈ കാമക്രോധങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച്, അതായത് കൃഷ്ണൻ പറയുന്നത് പോലെ രാഗദ്വേഷങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് സ്വയം വിചാരം കൊണ്ട് തന്നെ നിയന്ത്രിച്ചാൽ മനസ്സ്, പ്രാണസ്പന്ദനവും മനസ്സും റിലേറ്റീവാണ്. പ്രാണസ്പന്ദനം ഉണ്ടോ മനസ്സുണ്ട്, മനസ്സുണ്ടോ പ്രാണസ്പന്ദനമുണ്ട്. ഇതിലൊന്നിനെ നിരോധിച്ചാൽ മറ്റേതും നിരോധിക്കപ്പെടും. വിത്തുണ്ടെങ്കിൽ വൃക്ഷമുണ്ട്, വൃക്ഷമുണ്ടെങ്കിൽ വിത്തുണ്ട്. ഇതൊന്നില്ലാതായാൽ മറ്റതും ഇല്ലാതാവും. അതുപോലെ സാപേക്ഷ ഘടകങ്ങളാണ് ചിത്തവും പ്രാണനും. അപ്പോൾ പ്രാണനെ നിരോധിച്ചാൽ ചിത്തം നിരോധിക്കപ്പെടും, ചിത്തം നിരോധിച്ചാൽ പ്രാണൻ നിരോധിക്കപ്പെടും. അങ്ങനെ ചിത്തത്തെ എങ്ങനെയാണ് നിരോധിക്കുക? ഈ വിചാരങ്ങൾ സർവവും ഒന്നാണ് എന്ന് ചിത്തത്തിന് പൂർണ്ണമായും ഭേദബുദ്ധി, രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞു കിട്ടിയാൽ ചിത്തം സ്വയം നിരോധിക്കപ്പെടും. ആ ചിത്തം സമാധി സുഖം, അന്തശീതളത അനുഭവിക്കും. അപ്പോൾ പ്രാണൻ സ്പന്ദിക്കുകയില്ല. അങ്ങനെ ഈ പ്രാണസ്പന്ദ നിരോധവും ചിത്തനിരോധവും പൂർണ്ണമായി നേടി പിന്നെ എന്ത് ബാക്കി വെക്കും? ശുദ്ധബോധം. ആ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ് നിർവൃതി. നിർവൃതി എന്ന് പറയുന്നത്, മോക്ഷം എന്ന് പറയുന്നത് ഈ ശുദ്ധബോധ അനുഭവസ്ഥിതിയാണ്. ആ ശുദ്ധബോധം അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രാണനില്ല, മനസ്സില്ല, പ്രപഞ്ചമില്ല. അപ്പോ ബോധം, നമ്മിലുള്ള ഈ കൊച്ചു ബോധം, തൽക്കാലം ചെറിയ ബോധം നമുക്ക് തോന്നുന്നു. ബോധമില്ലയോ ഒന്നുമില്ല. ഞാൻ ജനനമരണങ്ങളില്ലാത്ത ശുദ്ധബോധം. അതോ നിത്യശാശ്വതോയം പുരാണോ എന്ന് കൃഷ്ണൻ ഗീതയിലാദ്യം തന്നെ പറയുന്ന ആ ബോധം, നമ്മളൊക്കെ ആ ബോധമാണ്. ഞാനത് തന്നെ, നീ അത് തന്നെ, അവനത് തന്നെ, ഇവനത് തന്നെ, അകമത് തന്നെ, പുറം അത് തന്നെ. ചർച്ചയില്ലേ നീ?